ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും മന്തി ഓർഡർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് കാണുമല്ലോ. അപ്പോൾ അവർക്ക് ഇത് അയച്ചു കൊടുക്കണം കേട്ടോ. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മന്തി നമുക്ക് വീട്ടിൽ എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. പാത്രത്തിലേക്ക് നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ നിരത്തി വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 4 മാഗി ക്യൂബ്, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിലേക്ക് നമുക്ക് വേണ്ടത് ക്യാപ്സിക്കവും മല്ലിയിലയും കുറച്ച് പുതിനയായിട്ടാണ്. ഇതെല്ലാം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 1/4 കപ്പോളം നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണം കേട്ടോ. ഓയിൽ കുറയ്ക്കരുത്, ഓയിൽ കുറച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. പിന്നെ നമുക്ക് ഒരു ഡ്രൈ ലെമൺ വേണം, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ച് മിക്സ് ചെയ്യുക. ഈ സമയം നമുക്ക് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മന്തി മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് വീഡിയോയിലും മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നമുക്ക് നേരെ ഇതൊന്ന് അടച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. മന്തിയിലേക്കുള്ള റൈസിന് വേണ്ടി കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഓൾ സ്പൈസസും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മുടെ സെല്ല ബസ്മതി റൈസ് 1 കിലോയോളം അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു സമയം വന്ന് നമ്മുടെ ഈ ഒരു ചിക്കൻ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. 2 സൈഡും നന്നായിട്ട് തന്നെ കുക്കാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. നന്നായിട്ട് തന്നെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൽ വന്ന എക്സസ് ആയിട്ടുള്ള ഓയിൽ കുറച്ചങ്ങ് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ വെന്ത ചോറ് നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം, നമ്മുടെ ഈ ഒരു ദമ്മിലേക്ക്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഓയിൽ അതിൽ മിക്സ് ചെയ്തിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. വീണ്ടും നമുക്ക് ബാലൻസ് വന്ന ആ ഒരു ഓയിലും മസാലയും എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് വന്ന് അതിലേക്ക് തന്നെ കുത്തി കൊടുക്കുക. സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ ചിക്കൻ ഒന്ന് ഫ്രൈ പാനിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നിരത്തി വെച്ചെടുക്കാം. ചാർക്കോൾ വെച്ച് ഒരു സ്പോക്കും കൂടി ചെയ്താൽ അടിപൊളിയായിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഞാൻ എന്താ മയണൈസും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ലാസ്റ്റ് അതിൽ ആ ഒരു സ്മോക്കൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചിക്കനൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് റൈസ് നോക്കാം. അടിപൊളി ഓരോന്നായിട്ടിരിക്കുന്ന റൈസാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് വീട് ഫുൾ ഈ ഒരു മന്തിയുടെ മണമായിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല മുരിഞ്ഞ ചിക്കനിലേക്ക് കുറച്ച് ചോറും എടുത്ത് വെച്ച് കുറച്ച് മയണൈസും എടുത്ത് വെച്ച് അങ്ങ് മിക്സ് ചെയ്ത് കഴിക്കുമ്പോണ്ടല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും വയറ് ഫുള്ളായിട്ട് തന്നെ കഴിച്ചിട്ട് നല്ല മസ്റ്റായിട്ട് ഒന്ന് കിടക്കണ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടാണ് നമ്മുടെ മന്തി സക്സസ് ആയെന്ന്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ.